ഇത് ഇഞ്ചിക്കറി, ഇത് ഉള്ളിക്കറി ആട്ടോ. ഉള്ളിക്കറി, ഇത് 3 കറികളും ഉത്രാടത്തിന്റെ അന്ന് റെഡിയാക്കി. ഇനി നാളത്തേക്ക്, നാളെ പായസത്തിന് ഗോതമ്പും പരിപ്പും കൂടെയുള്ള ചെറുപരിപ്പും പരിപ്പും ഗോതമ്പും കൂടെ പായസം വെക്കാന്ന് കരുതി. അതൊക്കെ വറുത്ത് വെച്ചു. ഇനി ബാക്കി നാളത്തെ പണി, നാളെ സാമ്പാർ അവിയല് അതൊക്കെ. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പൊ ഇത് ഉണ്ടാക്കി എങ്ങനെയാന്ന് അറിയണ്ടേ? വരൂ കേട്ടോ. ആദ്യം ഇഞ്ചിക്കറി ചെയ്യാട്ടോ. അപ്പൊ അത് നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇത് അത് അരിയുമ്പം എല്ലാം ഒരേ ഘനത്തിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് എണ്ണയ്ക്കകത്ത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. പല അളവാണെങ്കിൽ എല്ലാം ഒരുപോലെ മൂത്ത് വരില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇതാ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ഇഞ്ചി വറുക്കാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയിൽ ചെയ്യാം. ഞാനിപ്പോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇഞ്ചി ഏകദേശം ആവുന്നുള്ളൂ. അത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കണം കേട്ടോ. ഒത്തിരി കൂട്ടിയിട്ട് ചെയ്യരുത്. ഇതാ ഇഞ്ചി വറുത്തെടുത്തു കേട്ടോ. ഒത്തിരി ബ്രൗൺ കളറിലേക്ക് പോകരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും. ഒത്തിരി വറുത്ത് കഴിഞ്ഞാൽ ഇഞ്ചി ടേസ്റ്റ് കുറയും. അപ്പൊ ഇത് കണ്ടോ, വറുത്ത് ഈ ഒരു കളറിൽ എടുക്കണം. എന്നിട്ട് നമുക്ക് ആ എണ്ണക്കകത്തേക്ക് തന്നെ ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വറുത്ത എണ്ണ തന്നെ കായും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് ആ ഇഞ്ചി പൊടിക്കുന്ന കൂടെ തന്നെ ഇതും കൂടി ഇട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. കായം വറുത്തെടുത്തു. ഇനി കടുക്, ആ എണ്ണയിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോ കുറച്ച് പച്ചമുളക്, ഒരു 6 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അതും പച്ചമുളകും കൂടി ഇട്ടു. കറിവേപ്പില ഇട്ടു. ഇഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട്. തീർത്ത് നൈസായിട്ട് പൊടിക്കണ്ട കേട്ടോ. ഇനി ഈ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. എന്നിട്ട് പൊടിച്ചു വെച്ചേക്കണം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ അളവ് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. കഷ്ടി അര മതി കേട്ടോ. അത് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒത്തിച്ചെടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാവുള്ളൂ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. കരിഞ്ഞു പോവാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ ചൂടിൽ തന്നെ കിടന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണത്. പുളിവെള്ളം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ. അപ്പൊ ഞാനൊരു 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പൊ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ നമ്മുടെ ജാറ് കഴുകിയ വെള്ളം, നമ്മൾ ഇഞ്ചി പൊടിച്ചിട്ട് ആ ജാറ് ഒന്ന് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളി നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പാണ്. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാം കേട്ടോ. എന്നിട്ട് തിളച്ച് ഇതൊന്ന് കുറുകണം. കുറുകി വരുമ്പോ നോക്കിയിട്ട് പുളി ഉപ്പും ഒക്കെ നോക്കിയിട്ട് വേണ്ടത് ഒഴിച്ചു കൊടുക്കാം ചെയ്യാം. പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുകി വരണം. പിന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. 2-3 സ്പൂണ് പൊടിച്ചത്. പിന്നെ ഉലുവാപ്പൊടി ഒരു പിഞ്ച്, കാലിടരുത്, അതിനും കുറച്ച് കേട്ടോ. ഒരു മുള്ള് ഉലുവ കൂടരുത്. ഇല്ല. ഇനിയിപ്പോ ഇതെല്ലാം എരിവും പുളിയും ഉപ്പും എല്ലാം പിടിച്ച് അത് കുറുകി വന്നു കഴിഞ്ഞാൽ ഇഞ്ചിക്കറി റെഡിയായി. ഇതാ ഇഞ്ചിക്കറി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉള്ളിക്കറിയാണേ. അപ്പൊ അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ജാറിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം വറുത്തെടുക്കാൻ എളുപ്പമുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഉള്ളിക്കറിക്ക് വറക്കുമ്പോൾ ഇച്ചിരി ഡാർക്ക് ബ്രൗണിലേക്ക് വരണം കേട്ടോ കളറ്. എന്നാലാണ് കറി നമ്മുടെ ഉള്ളിക്കറി കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് കരിയരുത്. അപ്പൊ ഈ ഒരു ഇതിലേക്ക് വരുന്നു. എന്നിട്ട് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം.
1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഈ ചൂടിലിരുന്ന് തന്നെ ഇത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂത്തോളും. എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. മുളക് മൂത്ത് വരുമ്പോ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 200 ഗ്രാം ഉള്ളി ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരാം. ഉള്ളി കുറച്ച് വഴന്നു വന്നു കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. നമ്മള് തേങ്ങ വറുത്തപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. അത് കൂടാണ്ട് ഒരു ഉള്ളിക്ക് ഒരു കളറിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉള്ളി വെന്ത് വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ. ആ പുളി കിടന്നൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചതും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം പാകത്തിന്. പുളി നോക്കണം, പുളി ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം. പുളിവെള്ളത്തിൽ കിടന്ന് ഒരു 5 മിനിറ്റ് വേവണം. എന്നിട്ട് നമുക്ക് അരച്ചത് വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് വേണം അരയ്ക്കാൻ കേട്ടോ. ഉള്ളി അറിയാലോ. അപ്പൊ വെള്ളം ഒട്ടും ചേർക്കാണ്ട് എണ്ണ തെളിഞ്ഞു വരും. ആ രീതിയിൽ അരച്ചെടുക്കണം. അത് ചേർത്ത് കൊടുക്കാം. ഇല്ലയിൽ വിളമ്പാനുള്ളതായതുകൊണ്ട് ഞാൻ വെള്ളം തീർത്തും കുറച്ചാട്ടോ ചേർത്തേക്കണേ. അപ്പൊ ഈ സമയത്ത് ഉപ്പും പുളി എല്ലാം നോക്കി ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം കേട്ടോ എല്ലാം കൂടെ. പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു ശർക്കര ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അടുത്ത കാളനാട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരേത്തക്കായ എടുത്തേക്കണേ. അതിന്റെ തൊണ്ട് കളഞ്ഞിട്ട് എടുത്തേക്കണാണ്. അതൊന്നത് കണ്ടോ ഈ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞേക്കണാണ്. 2ആയിട്ട് മുറിച്ചിട്ട് അരിഞ്ഞേക്കണത്. ഒരു ഏത്തക്കായ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 5 കഷ്ണം ചേന എടുത്തിട്ടുണ്ട് കേട്ടോ. 5 കഷ്ണം എടുത്തിട്ടുള്ളൂ. ഒരു ഏത്തക്കായും പിന്നെ ഒരു 5 പച്ചമുളക് അതുകൊണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ചേന, കായ, കറിവേപ്പില, പച്ചമുളക്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ 2 ടീസ്പൂൺ ഉപ്പ്. 2 ടീസ്പൂൺ പൊടി ഇട്ടു. എല്ലാം ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചേനയും കായും വേവട്ടെ. ആ സമയത്ത് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു അരമുറി പിന്നെ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മൊത്തം എടുത്തില്ല. പിന്നെ 1 ടീസ്പൂൺ ജീരകവും. ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. പയറും ചേനയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. അതും കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ആവട്ടെ.
കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് അരച്ചു വെച്ചേക്കണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ, നന്നായിട്ട് പേസ്റ്റ്. വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കുന്നില്ല, വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരച്ചെടുക്കണം. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒരു നുള്ളു വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കാവേ. ഒരു 1/2 ലിറ്റർ തൈരാട്ടോ എടുത്തേക്കണേ. ഒഴിച്ച് നോക്കിയിട്ട് ഒഴിക്കാം. ഒത്തിരി പുളി ആവരുത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു ടീസ്പൂൺ കൂടെ ഉപ്പിടുവാണ്. തൈര് ഒഴിച്ചിട്ട് കൈ വിടാണ്ട് തന്നെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ തിരിയാൻ സാധ്യതയുണ്ട്. കാരണം പുളി ഒത്തിരി ഇല്ലാത്ത തൈര ഒഴിച്ചിരുന്നത്. ഇനി കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. കാളന് ഉലുവ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇത്തിരി ഇടുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഉലുവ ഇട്ടു. പിന്നെ വറ്റൽമുളക് ഇട്ടു. കറിവേപ്പില. അപ്പൊ കാളനും ആയിട്ടുണ്ട്. ഇഞ്ചി, ഉള്ളി, കാളനും ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി ഞാൻ നാളെ പരിപ്പും ഗോതമ്പും പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള വറുത്തും വെച്ചു. ഇത്രയും പണി ഇന്നത്തെ ഉത്രാടത്തിന്റെ അന്ന് തീർത്തു വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.